പശ്ചിമേഷ്യൻ യുദ്ധഭീതി വീണ്ടും ലോകത്തെ മുൾമുനയിലാക്കുകയാണ്. ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ട്രംപ് പൂർണ്ണമായും തള്ളുമ്പോൾ യുദ്ധത്തിന് താൻ സന്നദ്ധനാണ് എന്നുകൂടി വ്യക്തമാക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ്. സ്വന്തം രാജ്യത്തെ സംവിധാനങ്ങളെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് യുദ്ധം തനിക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പ്രസിഡന്റ് പറഞ്ഞു വെക്കുകയാണ്. ഇറാനും കടുത്ത അതിർത്തിയിലാണ്. ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. അങ്ങനെ പശ്ചിമേഷ്യ വീണ്ടും സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിലേക്ക് മാറുന്ന പശ്ചാത്തലമുണ്ട്. ഹോർമുസിൽ കപ്പലുകൾ തടയപ്പെടുന്നു. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലേക്കുള്ള സാധന സാമഗ്രികൾ കെട്ടിക്കിടക്കുന്നു. 2000-ഓളം കപ്പലുകൾക്ക് പാതയില്ല. ഇന്നലെ മാത്രം 45 കപ്പലുകൾ അമേരിക്ക പിന്തിരിച്ചുവിട്ടു. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ലോകത്തെ ബാധിക്കുകയാണ്. മറ്റൊന്ന്, വയറ്റത്തടിച്ചുകൊണ്ട് വലിയ ഇരുട്ടടി വരുന്നു. പെട്രോൾ ഡീസൽ വിലയിൽ ഉടൻ വർധനവുണ്ടായേക്കാം. കാരണം എണ്ണ വിലയിൽ അതുപോലെ വർധനവാണ്. ലിറ്ററിന് 20 രൂപ വരെ നഷ്ടം സഹിച്ചാണ് പെട്രോൾ വിതരണം ചെയ്യുന്നത് എന്ന് എണ്ണ കമ്പനികൾ സർക്കാരിനെ ധരിപ്പിച്ചു കഴിഞ്ഞു. സർക്കാർ എന്ത് തീരുമാനമെടുക്കുമെന്നത് കാത്തിരുന്ന് കാണണം. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. തലക്കെട്ടുകൾ. ലോകത്തെ മുൾമുനയിലാക്കി ട്രംപ്. ഇറാന്റെ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ തള്ളി. സൈനിക നടപടിക്കും സാധ്യത. ചിതറിക്കിടക്കുന്ന നേതൃത്വത്തിന് കൃത്യമായ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്നും ട്രംപിന്റെ പരിഹാസം. മനുഷ്യാവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇറാനെ ആക്രമിച്ച് ഇല്ലാതാക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെന്നും ട്രംപ്. മൂന്നാം ഘട്ടത്തിൽ ഇറാൻ നിർദ്ദേശങ്ങൾ വെച്ചത് പാകിസ്ഥാൻ വഴി. യുദ്ധം അവസാനിപ്പിക്കലും ശാശ്വത സമാധാനവുമാണ് മുഖ്യ പരിഗണനയെന്ന് ഇറാൻ. ചർച്ചകളിൽ തീരുമാനമാകും വരെ യുറേനിയം ശേഖരം മാറ്റരുതെന്ന് അമേരിക്ക. ആക്രമണം നടന്ന ആണവ കേന്ദ്രങ്ങളിൽ പ്രവർത്തനം തുടരരുത് എന്നും ആവശ്യം. എങ്ങുമെത്താതെ ചർച്ച. രാജ്യത്തെയും വെല്ലുവിളിച്ച് ട്രംപ്. യുദ്ധം തുടരുന്നതിന് US കോൺഗ്രസിന്റെ അനുമതി വേണ്ടെന്ന തീരുമാനം. യുദ്ധം തുടങ്ങി 60 ദിവസത്തിനകം പാർലമെന്റിന്റെ അനുമതി വാങ്ങണമെന്ന റെസല്യൂഷൻ ഭരണഘടനാ വിരുദ്ധം. മുൻപ് ഒരു പ്രസിഡന്റും ഇത്തരത്തിൽ അനുമതി തേടിയിട്ടില്ലെന്നും ട്രംപ്. യൂറോപ്യൻ യൂണിയന് മേൽ 25% അധിക തീരുവ ചുമത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ്. യൂറോപ്പിൽ നിന്ന് US-ലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്കും ട്രക്കുകൾക്കും പുതിയ താരിഫ് ഭീഷണി. നടപടി US-ഉമായുള്ള വ്യാപാര കരാർ പാലിക്കാത്തതിനാലെന്നും ട്രംപ്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയെ പുറത്താക്കാൻ നീക്കം. പിന്നിൽ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിഗാഫും. പ്രസിഡന്റും സൈന്യവും തമ്മിൽ പോര്. അരക്ചി റവല്യൂഷണറി ഗാർഡ് ചീഫിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നുവെന്ന ആരോപണം. ഇറാനെതിരെയുള്ള സൈനിക നടപടി വലിയ തെറ്റായിപ്പോയെന്ന് 61% അമേരിക്കക്കാരും. ഇന്ധനവില വർദ്ധിച്ചതും ജീവിത ചെലവ് ഏറിയതും ജനങ്ങളെ വലയ്ക്കുന്നുവെന്നും കണ്ടെത്തൽ. കുറഞ്ഞ വരുമാനമുള്ളവരിൽ പ്രതിസന്ധി അതിരൂക്ഷം. സർവേ വാഷിംഗ്ടൺ പോസ്റ്റ്, ABC, ഇപ്സോസ് സംയുക്തമായി നടത്തിയത്. പെട്രോളിനും ഡീസലിനും ഉടൻ വില വർദ്ധിക്കും. പെട്രോളിന് 4 രൂപ മുതൽ 5 രൂപ വരെ കൂടിയേക്കും. സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് PTI വാർത്താ ഏജൻസി. ഗാർഹിക LPG വിലയിലും വർധനവുണ്ടാകും. പ്രവാസികൾക്ക് ചാകര. ഗൾഫ് കറൻസികൾക്കും എക്കാലത്തെയും ഉയർന്ന നിരക്ക്. രാജ്യാന്തര വിപണിയിൽ ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിൽ റെക്കോർഡ് ഇടിവ്. UAE ദിർഹവുമായുള്ള വിനിമയ നിരക്ക് ചരിത്രത്തിലാദ്യമായി 25.83 രൂപയിൽ. ജൂലൈ മാസം വരെ രാജ്യാന്തര സർവീസുകൾ വെട്ടിക്കുറയ്ക്കാൻ എയർ ഇന്ത്യ. പശ്ചിമേഷ്യൻ സംഘർഷവും വിമാന ഇന്ധനവില വർധനവും തിരിച്ചടി. സാമ്പത്തിക വർഷത്തിൽ എയർ ഇന്ത്യ ഗ്രൂപ്പിന് 22,000 കോടിയുടെ നഷ്ടം. ബംഗാളിൽ 15 ബൂത്തുകളിൽ ഇന്ന് റീപോളിംഗ്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമം നടത്തുന്ന ആവർത്തിച്ച തൃണമൂൽ. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ബൂത്തുകളിൽ നിരോധനാജ്ഞ. പാചകവാതക വില വർധനയ്ക്കെതിരെ സമരത്തിലേക്ക് ഹോട്ടൽ ഉടമകൾ. നടപടിയില്ലെങ്കിൽ ബുധനാഴ്ച ഹോട്ടൽ അടച്ചിടും. അനിശ്ചിതകാല പണിമുടക്കിനും നീക്കം. ബംഗളൂരുവിലെ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥി ആദിത്യന്റെ മരണത്തിൽ കുടുംബം നിയമ നടപടിയിലേക്ക്. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകും. അധ്യാപകന്റെ മാനസിക പീഡനമാണ് മരണകാരണമെന്ന് കുടുംബം.
സംസ്ഥാനത്ത് വേനൽ മഴ കടുക്കും. 7 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. വേനൽ മഴയിലും കൊടും ചൂടിന് ശമനമില്ല. IPL-ൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 7 വിക്കറ്റ് ജയം. ഇന്ന് മുംബൈ ചെന്നൈയെ നേരിടും. വൈഭവ് സൂര്യവംശിയെ പുറത്താക്കിയ ശേഷം കെൽ ജാമിൻസന്റെ ആഘോഷത്തിനെതിരെ വ്യാപക വിമർശനം. അമിത വൈകാരിക പ്രതികരണമെന്ന് സോഷ്യൽ മീഡിയ. വൈഭവ് കുട്ടിയല്ലേ എന്ന് ചോദ്യം. രാജ്യാന്തര കായിക വേദിയിൽ ഇസ്രായേലിനെതിരെ പരസ്യ പ്രതിഷേധവുമായി പലസ്തീൻ. ഇസ്രായേൽ ഫുട്ബോൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റിന് ഹസ്തദാനം നൽകാൻ വിസമ്മതിച്ച് പലസ്തീൻ ഫുട്ബോൾ അസോസിയേഷൻ മേധാവി. നാടകീയ രംഗങ്ങൾ വാൻകൂവറിൽ നടന്ന 76ാമത് ഫിഫ കോൺഗ്രസിനിടെ. ലോക ഫുട്ബോളിൽ ഇറാൻ പങ്കെടുക്കുമെന്ന് ഫിഫ പ്രസിഡന്റ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കണം. ലോകത്തെ വീണ്ടും ട്രംപിന്റെ നിലപാടുകൾ മുൾമുനയിലാക്കുകയാണ്. ഇറാന്റെ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ പൂർണ്ണമായും ട്രംപ് തള്ളിയ പശ്ചാത്തലമൊരുങ്ങുന്നു. സൈനിക നടപടിക്ക് പോലും മടിക്കില്ല എന്നാണ് ഇപ്പോൾ ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നത്. ടെഹ്റാനിൽ സമർപ്പിച്ച പുതിയ സമാധാന നിർദ്ദേശങ്ങളിൽ ട്രംപ് പൂർണ്ണമായും അസംതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഇറാൻ ഒരു കരാറിന് തയ്യാറാണെന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് മാധ്യമപ്രവർത്തകരോട് ട്രംപ് വ്യക്തമാക്കുകയാണ്. കടുത്ത ഭിന്നത ഇറാന്റെ നേതൃത്വത്തിനുണ്ട്. അത് വലിയ തോതിൽ ഈ സമാധാന ശ്രമങ്ങൾക്ക് തടസ്സമാകുന്നുവെന്നും ട്രംപ് കുറ്റപ്പെടുത്തുകയാണ്. കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഇറാനിലുണ്ട് എന്നും ട്രംപ് ചൂണ്ടിക്കാണിക്കുന്ന പശ്ചാത്തലമാണ്. ചിതറിക്കിടക്കുന്ന നേതൃത്വം എന്ന് ഇറാൻ നേതൃത്വത്തെ ട്രംപ് പരിഹസിക്കുകയാണ്. അതുമാത്രമല്ല, താൻ വേണമെങ്കിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാണ്, പക്ഷേ മനുഷ്യത്വപരമായ സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാനെ പൂർണ്ണമായും ആക്രമിച്ച് തകർക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറയുകയാണ്. അങ്ങനെ പാകിസ്ഥാൻ ഇടപെട്ട് നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങളിൽ ഒരു പുരോഗതിയും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരും. അജയ്, ഇത് ഇപ്പോൾ ട്രംപിൻ്റെ പ്രസ്താവന തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഉടൻ യുദ്ധം എന്നുള്ള രീതിയിലേക്കല്ല കാര്യങ്ങളെങ്കിൽ പോലും കാത്തിരുന്നു കാണാം എന്നുള്ള, അതും മനുഷ്യാവകാശം കൂടി കൂട്ടിച്ചേർത്താണ് ട്രംപിൻ്റെ മറുപടി. രഞ്ജിത്ത്, നിലവിൽ ട്രംപ് തന്നെ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇറാൻ എത്രയും വേഗം ഒരു ഡീലിൽ എത്തിച്ചേരാനാണ് ആഗ്രഹിക്കുന്നത്. ഇതിനുവേണ്ടി അമേരിക്കയോട് നിരന്തരം സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. ഇറാൻ ആദ്യഘട്ടത്തിൽ US മുന്നിൽ കഴിഞ്ഞ ആഴ്ചയാണ് ഒരു നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിരുന്നത്, യുദ്ധം അവസാനിപ്പിക്കാനും അതുപോലെ അടുത്ത ഘട്ട ചർച്ചകൾക്കും വേണ്ടി. എന്നാൽ US ഇതിൽ പെട്ടെന്നൊരു തീരുമാനം അറിയിച്ചിരുന്നില്ല. ട്രംപ് അവരുടെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ഉദ്യോഗസ്ഥരുമായിട്ട് നിരന്തരം ചർച്ച നടത്തി. എന്നിട്ടൊരു കാലയളവ് ഏതാണ്ട് 4-5 ദിവസങ്ങൾക്ക് ശേഷമാണ് US ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറഞ്ഞത്. ട്രംപ് ഈ ഒരു കാര്യങ്ങൾ അത് പൂർണ്ണമായിട്ട് തള്ളിക്കളയുകയായിരുന്നു. ആദ്യം തന്നെ ഇതിൽ ട്രംപ് വിസമ്മതിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ചില മാധ്യമ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ US ഔദ്യോഗികമായി തന്നെ ഈ നിർദ്ദേശങ്ങൾ തള്ളിയതായിട്ട് ഇറാനെ ഏതാണ്ട് ഈ ആഴ്ചയോടെയാണ് അറിയിക്കുന്നത്. അതിന് പിന്നാലെ ഇറാൻ ഉടൻ തന്നെ തങ്ങളുടെ അടുത്ത ഘട്ട നിർദ്ദേശങ്ങൾ കൂടി അമേരിക്കയ്ക്ക് സമർപ്പിച്ചു. ഇന്നലെയാണ് പാകിസ്ഥാൻ മുഖേന US തങ്ങളുടെ അടുത്ത ഘട്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നത്. എന്നാൽ ഇത്തവണ US ഇത് ഒറ്റയടിക്ക് തള്ളിക്കളയുകയായിരുന്നു. നേരത്തേതുപോലെ നിരന്തരമായിട്ടുള്ള ചർച്ചകൾ ഒന്നുമില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ട്രംപ് മാധ്യമങ്ങളോട് തന്റെ തീരുമാനം അറിയിക്കുകയായിരുന്നു. അതായത് ഇറാൻ തങ്ങളോട് ഒരു ഡീലിൽ എത്തിച്ചേരാൻ വേണ്ടി നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ചർച്ചകൾ ഇതിനിടയിലും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇറാനും അമേരിക്കയും ശ്രമിച്ചിരുന്നു എന്നുള്ളതാണല്ലോ. അതായത് ഇറാന്റെ പുതുക്കിയ നിർദ്ദേശങ്ങൾ പാകിസ്ഥാൻ വഴി കൈമാറുകയായിരുന്നു. യുദ്ധം അവസാനിപ്പിക്കലും ശാശ്വത സമാധാനവുമാണ് മുഖ്യ പരിഗണന എന്നാണ് ഇറാൻ മുന്നോട്ട് വെച്ച കാര്യം. ഒപ്പം യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കണം, കാരണം തങ്ങൾക്ക് അമേരിക്കയെ വിശ്വാസമില്ല എന്ന് ഇറാൻ പറയുന്നു. അപ്പോൾ യുദ്ധം അവസാനിപ്പിക്കുകയും ഇനിയും തങ്ങളെ ആക്രമിക്കാതിരിക്കുകയും ചെയ്യുക എന്ന കരാറിലേക്ക് എത്തിയതിനു ശേഷം മാത്രം ചർച്ച എന്ന നിലയിലായിരുന്നല്ലോ ഇറാന്റെ നിർദ്ദേശങ്ങൾ, അല്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ ഇറാൻ ആദ്യം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതേ ഒരു വ്യവസ്ഥകളാണ്. കാരണം ഇനി ഭാവിയിലാണെങ്കിലും ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ഉറപ്പ് പറയാനാകില്ല. കാരണം കഴിഞ്ഞ വർഷം ഇതേപോലെ സമാനമായിട്ടുള്ള രീതിയിൽ US ഇസ്രായേലും ഇറാനിലേക്ക് ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ അത് ഒരു 10-15 ദിവസങ്ങൾക്ക് ശേഷം ഇത് പെട്ടെന്ന് തന്നെ ഒരു പരിസമാപ്തിയിലെത്തുകയായിരുന്നു. ഇപ്പോൾ US ഒരു കരാറിൽ ഏർപ്പെട്ടാലും ഭാവിയിൽ US ഇത്തരം ആക്രമണങ്ങൾ നടത്തുമോ എന്നുള്ള ഭയം തീർച്ചയായിട്ടും ഇറാനുണ്ട്. എന്നാൽ
ഇത്തരം വ്യവസ്ഥകൾ ഏറെക്കുറെ US-ന് പിന്നെയും ഉറപ്പ് നൽകാൻ സാധിക്കും. പക്ഷേ ഈ ആണവ കരാർ സംബന്ധിച്ചുള്ള വിഷയവും ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതുമാണ് നിലവിൽ US-ന് പ്രശ്നമുള്ളതെന്നാണ് സൂചന. ഇപ്പോൾ കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ ഇറാൻ സമർപ്പിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളിൽ US തീരുമാനമെടുക്കാൻ നല്ല സമയമെടുത്ത് ഇത് പെട്ടെന്ന് തന്നെ ഈ രണ്ടാം ഘട്ട നിർദ്ദേശങ്ങൾ പെട്ടെന്ന് തന്നെ തള്ളിക്കളഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യഘട്ട നിർദ്ദേശങ്ങളിൽ നിന്ന് വലിയ മാറ്റമില്ലാത്തതാണ് രണ്ടാം ഘട്ട നിർദ്ദേശങ്ങൾ എന്ന് തന്നെയാണ്. US കൃത്യമായിട്ടുള്ള ഒരു നയത്തിൽ ആദ്യം തന്നെ എത്തിച്ചേർന്നിരുന്നു ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ. അതായത് ഈ ആണവ വിഷയത്തിലാണെങ്കിലും അതുപോലെ ഹോർമുസ് വിഷയത്തിലാണെങ്കിലും വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല എന്നതായിരുന്നു US-ന്റെ നിലപാട്. പക്ഷേ ഇറാൻ തങ്ങളുടെ ഈ രണ്ട് ആവശ്യങ്ങൾ അത് നിരന്തരം മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു വ്യവസ്ഥകൾ അംഗീകരിക്കാൻ സാധിക്കാത്തത് തന്നെയാണ് നിലവിൽ ഇത് തള്ളിക്കളയാനുള്ള കാരണം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ട്രംപ് തന്നെ പിന്നീട് മാധ്യമങ്ങളോട് വിശദീകരിച്ചത് താൻ എത്രയും വേഗം ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പെട്ടെന്ന് ധൃതി പിടിച്ച് ഇറാനുമായി ഒരു കരാറിൽ എത്തിച്ചേരുകയാണെങ്കിൽ ഭാവിയിൽ ഒരു 2-3 വർഷങ്ങൾക്ക് ശേഷം ഇതേ പ്രശ്നങ്ങൾ വീണ്ടും ആവർത്തിക്കും. തങ്ങൾ പരിപൂർണമായിട്ടുള്ള ഒരു സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇറാനുമായിട്ട് ചർച്ചകൾ നടത്തുന്നതെന്നും ട്രംപ് കൂട്ടിച്ചേർത്ത്. അതായത് ആണവ വിഷയങ്ങളെ ചർച്ചയിലേക്ക് കൊണ്ടുവരിക, ചില ഭേദഗതികൾ നിർദ്ദേശിക്കുന്നു. ചർച്ചകൾ തീരുമാനമാകും വരെ യുറേനിയം ശേഖരം സ്ഥലത്ത് നിന്ന് മാറ്റരുത്, ആക്രമണം നടന്ന ആണവ കേന്ദ്രങ്ങളിൽ പ്രവർത്തനം തുടരരുത് എന്നിവയൊക്കെയാണ് നിർദ്ദേശം. പക്ഷേ ഇത് സ്റ്റീവ് വിറ്റ്കോഫ് മുന്നോട്ട് വെച്ച ഈ നിർദ്ദേശം ഇറാൻ യാതൊരു തരത്തിലും അംഗീകരിച്ചില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അമേരിക്കൻ നിലപാട് നിർണായകമായി ട്രംപ് പൂർണ്ണമായും തള്ളുകയും ചെയ്തു. രഞ്ജിത്ത്, ആദ്യഘട്ട ചർച്ചകൾക്ക് പിന്നാലെ US തങ്ങളുടേതായിട്ടുള്ള ചില ഉപാധികൾ പാകിസ്ഥാൻ മുഖേന ഇറാനെ അറിയിച്ചിരുന്നു. അവയിൽ ചിലതാണ് ഇത്തരത്തിൽ ഈ ആണവ പ്ലാന്റുകളിൽ US നടത്തിയിട്ടുള്ള ആക്രമണത്തിന് പിന്നാലെ ഉണ്ടായ ആ സ്ഥിതി അത് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇവിടെ നിന്ന് ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൻ്റെ ഉൾപ്പെടെ കൈമാറ്റം, അതുപോലെ ആണവായുധം നിർമ്മിക്കാൻ പാടില്ല, ഇത്തരം കാര്യങ്ങളെല്ലാം US നിർദ്ദേശിച്ചിരുന്നു. ഇതിലുള്ള പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ട്രംപ് തന്നെ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് ട്രംപ് നേരത്തെ മുൻപ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ഈ ഇറാനിൽ നിന്ന് യുറേനിയം അത് അമേരിക്ക തന്നെ എക്സ്ട്രാക്ട് ചെയ്യുമെന്നുള്ളത്. ഇതിനു വേണ്ടിയിട്ട് അമേരിക്ക പ്രത്യേകം വൈദഗ്ധ്യം നേടിയിട്ടുള്ള ശാസ്ത്രജ്ഞരെയാണെങ്കിലും പ്രത്യേക ഉദ്യോഗസ്ഥരെയാണെങ്കിലും നിയോഗിക്കും. പിന്നീട് ട്രംപ് പറഞ്ഞു റഷ്യയുടെ സഹായം വേണമെങ്കിലും ഇക്കാര്യത്തിൽ തങ്ങൾ തേടുമെന്ന് ട്രംപ് പറയുകയുണ്ടായി. അപ്പോൾ യുറേനിയം എങ്ങനെയാണോ അവിടെ ആക്രമണം നടത്തി ഇപ്പോൾ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ വഴി ലഭിച്ചിട്ടുള്ള ആ ഇമേജ് അതേപോലെ തന്നെ അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് യുറേനിയത്തിൻ്റെ ഒരു അവശിഷ്ടവും ബാക്കി വയ്ക്കാതെ എല്ലാ സമ്പുഷ്ടീകരിച്ച യുറേനിയവും അവിടെ നിന്ന് കൊണ്ടുപോകാനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. പക്ഷേ അമേരിക്കയ്ക്ക് ഇവിടെയുള്ള ഒരു ആശങ്ക, എങ്ങാനും ഇറാൻ ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള തിരിമറികൾ നടത്തി ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയവും അവരുടെ ആണവ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ഉപകരണ സംവിധാനങ്ങളും ഇറാൻ മറ്റെന്തെങ്കിലും പ്രദേശത്തേക്ക് മാറ്റിയാൽ അവിടെ US കുടുങ്ങിപ്പോകും. അപ്പോൾ ഈ ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിലവിൽ US തങ്ങളുടേതായിട്ടുള്ള ചില ഉപാധികൾ കൂടി മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും അത്തരത്തിലാണ് ഇപ്പോൾ സമാധാന ശ്രമങ്ങളുടെ ഒരു പുരോഗതി. അത് ഉണ്ടാകുന്നില്ല. ട്രംപ് പൂർണ്ണമായും തള്ളിക്കളയുന്നു. ഇറാൻ്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും ട്രംപിനെ സ്വീകാര്യമല്ല. ഒപ്പം ട്രംപ് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളും ഒരു തരത്തിലും ഇറാൻ അംഗീകരിച്ചതുമില്ല. അങ്ങനെ വീണ്ടും പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധഭീതി ഉയരുന്ന സാഹചര്യമാണ്. ഏത് നിമിഷവും എന്തും സംഭവിക്കാം. ഇതിനിടയിൽ സ്വന്തം രാജ്യത്തെയും ട്രംപ് വെല്ലുവിളിക്കുകയാണ്. അമേരിക്കയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് അമേരിക്ക. അവർക്ക് അവരുടേതായ ചില നിയമങ്ങളും പോളിസികളും മറ്റുമുണ്ട്. ഇപ്പോൾ US കോൺഗ്രസുമായി ബന്ധപ്പെട്ട് യുദ്ധം ഒരു പ്രസിഡന്റിന് നടത്തുന്നതിന്, മറ്റൊരു രാജ്യവുമായി യുദ്ധം തുടരുന്നതിന് US കോൺഗ്രസിന് അനുമതി വേണം എന്ന ഒരു റെസല്യൂഷൻ അനുമതിയിലുണ്ട്. 1973 വാർ പവേഴ്സ് റെസല്യൂഷൻ എന്നതാണ് അത് പ്രധാനമായി ഉള്ളത്. അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് ഇപ്പോൾ ട്രംപിൻ്റെ പ്രഖ്യാപനം. കാരണം യുദ്ധം ആരംഭിച്ച് 60 ദിവസത്തിനകം US കോൺഗ്രസിൻ്റെ അനുമതി വാങ്ങണം എന്നാണ് ഈ റെസല്യൂഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. യുദ്ധം പ്രഖ്യാപിക്കാനും നടത്താനുമുള്ള അവകാശം പ്രസിഡന്റിനുണ്ട്. പക്ഷേ 60 ദിവസത്തിനകം അനുമതി US കോൺഗ്രസിൻ്റെ വാങ്ങണം. ഇതവിടെ സംഭവിച്ചിട്ടില്ല. 60 ദിവസം തികയുന്നത് ഇന്നാണ്. പക്ഷേ ഇതിനെ മറികടക്കാനായി ഇപ്പോൾ ട്രംപ് പറയുന്നത് മുൻപ് അമേരിക്കൻ പ്രസിഡന്റുമാരൊന്നും ഇത്തരം അനുവാദങ്ങൾ വാങ്ങിയിരുന്നില്ല, അതുകൊണ്ട് താനും അത്തരമൊരു നടപടിയിലേക്കില്ല എന്നും ഈ റെസല്യൂഷൻ പൂർണ്ണമായും
തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം. നമുക്കറിയാം US കോൺഗ്രസിൽ വലിയ വിമർശനം ട്രംപും അവിടുത്തെ വിദേശകാര്യമന്ത്രിയൊക്കെ വൈസ് പ്രസിഡന്റും ഒക്കെ വാങ്ങിക്കൂട്ടിയ പശ്ചാത്തലമുണ്ടായിരുന്നു. അംഗങ്ങൾ ഓരോന്നായി പീറ്റ് ഹെക്സത്തിനെ അടക്കം പൊരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടു. ഇതോടെ ഗൾഫ് മേഖലയിൽ ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും ട്രംപ് എന്ത് നടപടി എടുക്കുമെന്ന കാര്യത്തിൽ ഒരു ഭീതി ഉണ്ടാകുന്ന പശ്ചാത്തലം ഒക്കെ ഉണ്ട്. പ്രസിഡന്റ് പറയുന്നത് താൻ ഈ സൈന്യ നടപടികളും ശത്രുതയും മറ്റും അവസാനിപ്പിക്കുന്നതായി മറ്റും ഒരു കത്തെഴുതുകയും ചെയ്തു. ഇത് പാർലമെന്റിന്റെ അനുമതി ആവശ്യമില്ലെന്ന് സ്ഥാപിക്കാനാണ് ഈ നീക്കത്തിലൂടെ ട്രംപ് ശ്രമിക്കുന്നത് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതേസമയം US കോൺഗ്രസ് അംഗങ്ങൾ പറയുന്നത് ഇപ്പോഴും യുദ്ധസമാനമായ അന്തരീക്ഷമുണ്ട്, അത് പ്രസിഡന്റ് സൃഷ്ടിച്ചതാണ് എന്നാണ്. ഇതെന്ത് അനിശ്ചിതാവസ്ഥയാണ് അജയ് ഇപ്പോൾ അമേരിക്കയിൽ സംഭവിപ്പിച്ചിരിക്കുന്നത്? ഏകാധിപതി എന്ന നിലയിലേക്ക് ട്രംപ് മാറുകയാണോ? രഞ്ജിത്ത്, അമേരിക്ക വലിയ കയ്പുനീർ കുടിച്ച ഒരു യുദ്ധമാണ് വിയറ്റ്നാമുമായിട്ട് മുൻപ് ഉണ്ടായിട്ടുള്ളത്. അത് 1965 ആരംഭിക്കുകയും പിന്നീട് 73 വരെ അത് നീണ്ടുപോവുകയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയധികം വർഷം വിയറ്റ്നാമിനെതിരെ യുദ്ധം നടത്തിയിട്ടും അമേരിക്കയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു വിജയം അതുവഴി നേടാൻ സാധിച്ചില്ല. പകരം നിരവധി അമേരിക്കൻ സൈനികരുടെ ജീവൻ നഷ്ടപ്പെടുകയും അമേരിക്കയ്ക്ക് ബില്യൺ കണക്കിന് ഡോളറിന്റെ നഷ്ടമുണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷം US ഏതെങ്കിലും രാജ്യത്തിന് നേരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സൈനിക ഗ്രൂപ്പുകൾക്ക് നേരെയോ ആക്രമണം തുടങ്ങിയാൽ തന്നെ അതിനൊരു മൂക്കുകയറിടാൻ വേണ്ടിയിട്ട് US പാർലമെന്റിൽ ഒരു നിയമം കൊണ്ടുവരികയായിരുന്നു. ആ നിയമത്തിലാണ് ട്രംപും നിലവിൽ കുടുങ്ങിയിരിക്കുന്നത്. അതായത് US വാർ റെസൊല്യൂഷൻ പ്രകാരം ട്രംപിന്, അതായത് US പ്രസിഡന്റിന് ഏതൊരു രാജ്യത്തിന് നേരെയും US കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ യുദ്ധം ആരംഭിക്കാൻ സാധിക്കും. പക്ഷേ 60 ദിവസം മാത്രമേ ഈ സൈനിക നീക്കം തുടരാൻ പ്രസിഡന്റിന് അനുവാദമുള്ളൂ. 60 ദിവസത്തിന് ശേഷം ഈ US കോൺഗ്രസിന്റെ കൃത്യമായിട്ടുള്ള അനുമതി തേടേണ്ടതുണ്ട്. അനുമതി ലഭിച്ചില്ലെങ്കിൽ ഈ ട്രംപിന് അല്ലെങ്കിൽ ഈ പ്രസിഡന്റിന് ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ആ ഒരു നിയമക്കുരുക്കിലാണ് ട്രംപ് നിലവിൽ പെട്ടിരിക്കുന്നത്. ഇതിന് ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ട്രംപ് നിലവിൽ US കോൺഗ്രസിനെ ധരിപ്പിച്ചിട്ടുള്ളത് ഇറാന് നേരെയുള്ള എല്ലാ സൈനിക നടപടികളും അവസാനിപ്പിച്ചു, യുദ്ധം അവസാനിപ്പിച്ചു എന്നതാണ്. പക്ഷേ കോൺഗ്രസ് ഇതിന് തിരിച്ചു ചോദിക്കുന്നത് ഇപ്പോഴും പശ്ചിമേഷ്യയിൽ ഏതാണ്ട് 50,000-ലധികം US സൈനികരെ വിന്യസിച്ചിട്ടുണ്ട്. അതുപോലെ US-ന്റെ 3 യുദ്ധക്കപ്പലുകൾ അവിടെ സ്ഥിതി ചെയ്യുന്നു, നിരവധി യുദ്ധവിമാനങ്ങളുമുണ്ട്. അപ്പോൾ ഏത് തരത്തിലാണ് സൈനിക നടപടി അവസാനിച്ചതെന്ന് പ്രസിഡന്റിന് പറയാൻ കഴിയുക എന്നാണ് അവർ തിരിച്ചു ചോദിക്കുന്നത്. ട്രംപ് പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് US കോൺഗ്രസിൻ്റേത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നടപടിയാണ്, ഇത് താൻ ഇത്തരമൊരു വിശദീകരണമൊന്നും നൽകേണ്ടതില്ല, പക്ഷേ അവരെ ഒന്നിച്ച് തങ്ങളുടെ കൂടെ നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിൽ ട്രംപ് അനുകൂലികളായിട്ടുള്ള പലരും ട്രംപ് തന്നെയും തൻ്റെ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ വേണ്ടി എടുത്തു കാണിക്കുന്നത് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള വെടിനിർത്തലാണ്. അതായത് ഇറാന് മേൽ നിലവിലൊരു വെടിനിർത്തൽ വന്നിട്ടുണ്ട്. അതിനർത്ഥം ഇറാന് മേൽ ഇപ്പോൾ ഒരു തരത്തിലുള്ള സൈനിക നടപടികളും തുടരുന്നില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ ആ നിയമം 60 ദിവസത്തിന് ശേഷം സൈനിക നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ US കോൺഗ്രസിന് അനുമതി ഇല്ലാതെ ഒരു പ്രസിഡന്റിന് 60 ദിവസം മാത്രമേ യുദ്ധം ചെയ്യാൻ കഴിയൂ. അങ്ങനെയാണ് ഈ പറഞ്ഞ റെസൊല്യൂഷൻ ഉള്ളത്. ഇതിനെ അവഗണിക്കാനുള്ള ട്രംപിന്റെ നീക്കമാണ് ഇപ്പോൾ പ്രശ്നമായിരിക്കുന്നത്. അതിപ്പോൾ നമുക്കറിയാം US-ൽ രാഷ്ട്രീയ നിയമ കോളിളക്കത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. US കോൺഗ്രസിനെ, ഡെമോക്രാറ്റുകളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ട്രംപിന്റെ നീക്കം, റിപ്പബ്ലിക്കൻസിനിടയിലും ട്രംപിനെതിരെ വലിയ എതിർപ്പും പ്രതിഷേധവും ഒക്കെ ഉണ്ട്. ഇതിനിടയിലാണ് ഇത്തരം നിയമ രാഷ്ട്രീയ പോരാട്ടങ്ങളിലേക്ക് ട്രംപ് കടക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഇതിലെ നിയമത്തിലെ തന്നെ ഒരു ലൂപ്പ് ഹോളാണ് ട്രംപ് നിലവിൽ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാനാകും. കാരണം ഈ 60 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ സൈനിക നീക്കം നടത്തുകയാണെങ്കിൽ മാത്രമേ ഈ നിയമം പ്രാബല്യത്തിലാവുകയുള്ളൂ. എന്നാൽ US ഇതിനു മുൻപേ ഇറാനുമായിട്ട് പല ഘട്ടങ്ങളിൽ വെടിനിർത്തൽ നിലവിൽ കൊണ്ടുവന്നു. അതുപോലെ ഇപ്പോഴും ഒരു വെടിനിർത്തൽ പ്രാബല്യത്തിലാണ്. അതുകൊണ്ട് ഇറാന് നേരെ ഒരു സൈനിക നടപടിയും തുടരുന്നില്ല. ആ കാരണം കൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഈ ഒരു കാരണം കൊണ്ട് US കോൺഗ്രസിന്റെ അനുമതി തേടേണ്ടതില്ല എന്നാണ് ട്രംപും ട്രംപ് അനുകൂലികളും പറയുന്നത്. പക്ഷേ ഈ ഒരു കാര്യം അത് എത്രമാത്രം പ്രാബല്യത്തിലാകും എന്നുള്ളത് വ്യക്തമല്ല. US കോൺഗ്രസിനകത്ത് തന്നെ ഈ വിഷയത്തിൽ നിരവധി അഭിപ്രായ ഭിന്നതകളുണ്ട്, പല ആശയക്കുഴപ്പങ്ങളുമുണ്ട്. ഈ ഒരു വിഷയം അത് US-ന്റെ തന്നെ ഇന്റേണൽ ആയിട്ടുള്ള പ്രശ്നമാണ്. പക്ഷേ ഇതൊന്നും തന്നെ നിലവിൽ അന്താരാഷ്ട്ര തലത്തിൽ ബാധിക്കപ്പെട്ടിട്ടുള്ള പ്രതിസന്ധിക്ക് ഇതുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഒന്നുമല്ലാതാകുന്നുമുണ്ട് അവിടെ. തീർച്ചയായും ഇപ്പോൾ US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റിൻ്റെ ഒരു വിമർശനം കൂടി ഇറാനെതിരെ വന്നിട്ടുണ്ട്. ഓടയിൽ വീണ എലികളെ പോലെയാണ് ഇറാൻ എന്നാണ് പറയുന്നത്. എന്താണ് പുറത്തു നടക്കുന്നത് എന്ന് അവർക്ക് അറിയില്ല.
പൂർണ്ണമായും US നിയന്ത്രണത്തിലാണ് ഹോർമുസ് ഇപ്പോൾ ഉള്ളത്. ഡോളർ കിട്ടാതെ ഇറാൻ നട്ടം തിരിയുകയാണ്. ഇറാനിൽ ഭക്ഷണവും പെട്രോളും അടക്കമുള്ള സാധനങ്ങൾ റേഷൻ അടിസ്ഥാനത്തിലാക്കി ലോകരാജ്യങ്ങളാകെ ഇറാനെതിരെ തിരിഞ്ഞു. ഹോർമുസിൽ US ഉപരോധം തുടരുമെന്നും ബെസന്റ് വ്യക്തമാക്കുന്നു. എന്നാൽ ഈ ബെസന്റിനെ പരിഹസിച്ചുകൊണ്ട് ദക്ഷിണാഫ്രിക്കയിലെ ഇറാൻ എംബസി രംഗത്ത് വന്നതും ശ്രദ്ധേയമായി. നിങ്ങളും നിങ്ങളുടെ ബോസും, അതായത് ട്രംപിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്, യുദ്ധത്തിൽ തോറ്റെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ ജൽപ്പനങ്ങൾ വിജയിക്കുന്നില്ല. തോറ്റുപോയതിൻ്റെ വേദനയാണ് നിങ്ങൾക്ക്. പടക്കളത്തിലും സൈബറിടത്തിലും നിങ്ങൾ തോറ്റു എന്ന് ഇറാനിലെ ദക്ഷിണാഫ്രിക്കയിലെ ഇറാൻ എംബസി പറയുകയാണ്. ഒപ്പം ഖമനയുടെ ഒരു പോസ്റ്റ് കൂടി വന്നിട്ടുണ്ട്. നമുക്കറിയാം ഖമനയി രംഗത്തില്ല, അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് പരസ്യമായി രംഗത്ത് വരുന്നില്ല. പക്ഷേ യുദ്ധകാലത്ത് പോലും തളരാതെ പിടിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നാണ് അവകാശവാദം. പ്രാദേശിക ഉൽപ്പന്നങ്ങളെ പരമാവധി പ്രോത്സാഹിപ്പിക്കാൻ ഖമനയി അവകാശപ്പെടുകയാണ്. ബിസിനസ് സ്ഥാപനങ്ങളോട് ജീവനക്കാരെ പിരിച്ചുവിടുന്നത് കുറയ്ക്കാനും ആവശ്യപ്പെടുന്നു. സാമ്പത്തിക രംഗത്തെ വളർച്ചയിലൂടെ ഇറാൻ ശത്രുക്കളെ ആശ്ചര്യപ്പെടുത്തുകയാണെന്നും മുസ്തഫ ഖമനയി പറഞ്ഞു വെക്കുന്നത് ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഏതായാലും മറ്റൊരു കാര്യം പുറത്തു വരുന്നത്, ഈ ഖാർഗ് ദ്വീപ് വഴി ഇറാൻ്റെ എണ്ണക്കപ്പലിൽ എണ്ണ നിറയ്ക്കാൻ തുടരുകയാണ്. 90% ഊർജ്ജ കൽപ്പിച്ചു നടക്കുന്ന സ്ഥലമാണ് അവിടെ. അപ്പോൾ ഇപ്പോൾ ഈ എണ്ണ കയറ്റുമതി ഇറാൻ തുടരുന്നു എന്നതിൻ്റെ ചില ഉപഗ്രഹ ചിത്രങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. മറ്റൊരു വാർത്ത പുറത്തു വരുന്നത്, വീണ്ടും താരിഫ് യുദ്ധവുമായി ട്രംപ് രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. ഇത്തവണ യൂറോപ്യൻ യൂണിയന് മേലാണ് ട്രംപിൻ്റെ പോര്. 25% അധികം തീരുവ യൂറോപ്യൻ യൂണിയനെതിരെ ട്രംപ് ചുമത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യൂറോപ്പിൽ നിന്ന് US ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്കും ട്രക്കുകൾക്കുമാണ് ഈ ട്രംപിൻ്റെ ഈ പുതിയ ഭീഷണി വന്നിരിക്കുന്നത്. തൻ്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിൻ്റെ ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അടുത്ത ആഴ്ച മുതൽ പുതിയ തീരുവ പ്രാബല്യത്തിൽ വരുത്തുമെന്നാണ് പറയുന്നത്. US വ്യാപാര കരാർ പാലിക്കാത്തതിനാലാണ് നടപടി എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം കാറുകളും ട്രക്കുകളും US പ്ലാന്റുകൾ നിർമ്മിക്കുകയാണെങ്കിൽ തീരുവ ചുമത്തില്ലെന്നും ട്രംപ് വ്യക്തമാക്കുകയാണ്. നമുക്കറിയാം അജയ്, ഈ പറഞ്ഞ സമയങ്ങളിലൊക്കെ ഈ താരിഫിൻ്റെ വലിയ ഭീഷണി ലോകരാജ്യങ്ങൾക്ക് ട്രംപിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ തൻ്റെ പ്രധാന ആയുധമായ തീരുവ ചുവട്ടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് വീണ്ടും പ്രഖ്യാപിക്കുകയാണ്. ഇത് യൂറോപ്യൻ യൂണിയനുമായാണ് ഇപ്പോൾ പോര്. നിലവിൽ യൂറോപ്യൻ യൂണിയനുമായിട്ട് ഒപ്പിട്ടിട്ടുള്ള ഈ കരാർ അത് കഴിഞ്ഞ ജൂലൈ മുതലാണ് നിലവിൽ വരുന്നത്. 15% തീരുവയായിരുന്നു യൂറോപ്യൻ യൂണിയനിൽ ഈ US ചുമത്താനുള്ള തീരുവയായിട്ട് ഈ വ്യാപാര കരാർ പ്രകാരം തീരുമാനമായത്. എന്നാൽ ട്രംപിൻ്റെ തന്നെ പിന്നീടുള്ള പല പ്രസ്താവനകൾ കാരണം ഈ ഒരു വ്യാപാര ബന്ധം അത് വഷളാവുകയായിരുന്നു. പ്രധാനമായിട്ടും ഈ ഗ്രീൻലാൻഡിന് നേരെയുള്ള ട്രംപിൻ്റെ ഭീഷണി, ഇത് ഡെൻമാർക്കിൻ്റെ ഒരു ഓട്ടോണോമസ് ആയിട്ടുള്ള പ്രദേശമാണ് ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത്. ഈ ഗ്രീൻലാൻഡ് പിടിച്ചടക്കുമെന്നുള്ള ട്രംപിന്റെ നിരന്തരമായിട്ടുള്ള ഭീഷണി ഇത് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള US ബന്ധം വഷളാക്കാൻ ഇടയാക്കിയിരുന്നു. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ കഴിഞ്ഞ ജനുവരിയിൽ യൂറോപ്യൻ യൂണിയൻ ഈ ഒരു കരാർ തള്ളിക്കളയുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തി. പിന്നീട് മാർച്ചിൽ യൂറോപ്യൻ യൂണിയന്റെ സംയുക്ത പാർലമെന്റ് ഇത് അംഗീകരിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കി. പക്ഷേ അവർ ചില നിബന്ധനകൾ കൂടി ഇതിലേക്ക് കൂട്ടിച്ചേർക്കുകയായിരുന്നു. അതായത് അംഗരാജ്യങ്ങൾക്ക് നേരെ യാതൊരു തരത്തിലുള്ള ഭീഷണി മുഴക്കാൻ പാടില്ല, ഇത് നീതിയുക്തമായിട്ടുള്ള ഒരു കരാറാകണം ഇതിലൂടെ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ചില പോയിന്റ്സ് കൂടി യൂറോപ്യൻ യൂണിയൻ കൂട്ടിച്ചേർക്കുകയായിരുന്നു. അങ്ങനെ ആണ് കഴിഞ്ഞ മാർച്ച് മുതൽ പുതുക്കിയ ഒരു നിബന്ധന, ഈ ഒരു കരാറിൽ പുതുക്കിയ ഒരു നിബന്ധന കൂടി യൂറോപ്യൻ യൂണിയൻ ചേർത്തത്. ഇതിലാണ് ട്രംപ് നിലവിൽ അസ്വസ്ഥനായിരിക്കുന്നത്. അങ്ങനെയാണ് നിലവിൽ യൂറോപ്യൻ യൂണിയൻ അമേരിക്കയുമായി ഒപ്പിട്ടിട്ടുള്ള ഈ കരാറിൽ ലംഘനം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് ട്രംപ് നിലവിൽ 25% അധിക തീരുവ ചുമത്തിയിരിക്കുന്നത്. ഇത് ഇപ്പോൾ നിലവിൽ ബാധകമാവുക യൂറോപ്പിൽ നിന്ന് US ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്കും ട്രക്കുകൾക്കുമാണ്. എന്നാൽ ട്രംപ് തന്നെ ഇവിടെ കൂട്ടിച്ചേർക്കുന്നത് US പ്ലാന്റുകളിൽ ഇതേ കാറുകളും ട്രക്കുകളും നിർമ്മിക്കുകയാണെങ്കിൽ യൂറോപ്യൻ യൂണിയന് ഈ തീരുവ ബാധകമാകില്ല. അവിടെ പക്ഷേ ജോലി ചെയ്യുന്നത് അമേരിക്കയിലെ പൗരന്മാരായിരിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുന്നു. തീർച്ചയായും രാജ്യ താല്പര്യങ്ങൾ കൂടി സംരക്ഷിച്ചുകൊണ്ട് അങ്ങനെ തൻ്റെ നിലപാടുകളെ വ്യാഖ്യാനിക്കാനുള്ള അതിതീവ്ര പരിശ്രമത്തിൽ കൂടിയാണ് ട്രംപ് എന്ന് മനസ്സിലാക്കണം. ഇതിനിടെ നമുക്ക് ഇറാനിലെ സംഭവങ്ങളിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇറാനിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയാണ് പാകിസ്ഥാനിലും മറ്റുമെത്തി മധ്യസ്ഥ ചർച്ചകൾക്കും മറ്റും ശ്രമം നടത്തിയിരിക്കുന്ന ആൾ. അബ്ബാസ് അരക്ചിയെ പുറത്താക്കാൻ ഇപ്പോൾ അവിടുത്തെ പ്രസിഡന്റും ഒപ്പം പാർലമെന്റ് സ്പീക്കറും ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്.
ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സും പ്രസിഡന്റും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് അബ്ബാസ് അരക്ചിയുടെ തല തൊപ്പിതെറിക്കാനുള്ള ശ്രമങ്ങൾക്ക് പിന്നിൽ എന്നാണ് ഇപ്പോൾ വിവരം. പാകിസ്ഥാനിൽ നടന്ന ചർച്ചകളിൽ പ്രസിഡന്റിനെ അറിയിക്കാതെ റവല്യൂഷണറി ഗാർഡ് ചീഫിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അബ്ബാസ് അരക്ചി പ്രവർത്തിക്കുന്നു എന്നാണ് ഇപ്പോൾ വിമർശനം ഉയർന്നിരിക്കുന്നത്. അതായത് അബ്ബാസ് അരക്ചി ഒരു മന്ത്രി എന്നതിനേക്കാൾ അപ്പുറം ഒരു റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കമാൻഡർ എന്ന നിലയ്ക്കാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള വിമർശനമാണ്. നമുക്കറിയാം അവിടുത്തെ അധികാര സംവിധാനങ്ങളിൽ ഇപ്പോൾ മുസ്തഫ ഖമനേയി അത്ര സുഖകരമായ ഒരവസ്ഥയിലല്ല. റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കയ്യിലാണ് ഈ അധികാരം എന്നുള്ള തരത്തിലുള്ള ചില വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്ത് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുകയാണ്. ഇതിപ്പോൾ അജയ് സുധാ ബിജു, പ്രസിഡന്റ് ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റ് തുടർച്ചയായി പറയുന്നുണ്ട് 3ഉം 4ഉമായി വിഘടിച്ചിരിക്കുകയാണ് ഇറാനിലെ ഭരണ സംവിധാനമെന്ന്. അത് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളല്ലേ ഇപ്പോൾ പുറത്തു വരുന്നത്. അവിടെ ഭരണ സംവിധാനത്തിലൊരു മാറ്റമുണ്ടാകാനുള്ള സാഹചര്യമുണ്ടല്ലോ. അധികാരം സൈന്യത്തിൻ്റെ പക്കലേക്ക് വന്നാൽ അബ്ബാസ് അരക്ചി അവിടുത്തെ പ്രധാനിയായി മാറുകയും ചെയ്യും. തീർച്ചയായിട്ടും ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ട്രംപ് ഇത്തരം വാദങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ ട്രംപ് എപ്പോഴും പറയുന്നത് പോലെയുള്ള ചില പൊള്ളയായിട്ടുള്ള വാദങ്ങൾ എന്ന് മാത്രമാണ് ലോകം കരുതിയിരുന്നത്. പക്ഷേ ഇറാനിൽ നിന്ന് തന്നെയുള്ള ചില കാര്യങ്ങൾ പല നേതാക്കളും പലതരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത്, ഹോർമുസ് കടലിടുക്കിൻ്റെ കാര്യത്തിൽ തന്നെ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് അവിടെ ഇല്ലാത്തത്, അതുപോലെ ഇപ്പോഴുള്ള കാര്യം തന്നെ നമ്മൾ ഉദാഹരണമായി എടുത്തു നോക്കുകയാണെങ്കിൽ ചില നേതാക്കൾ, അതായത് ഇറാൻ്റെ പാർലമെൻറ്റ് സ്പീക്കറാണെങ്കിലും ഇറാൻ്റെ പ്രസിഡന്റ് ആണെങ്കിലും അവർക്ക് US നേരെ ശക്തമായിട്ടുള്ള ഒരു നിലപാടുമായി മുന്നോട്ട് വരുമ്പോൾ മറ്റ് ചിലർ ഒരു മിതമായിട്ടുള്ള ഒരു സമീപനത്തിലൂടെ മുന്നോട്ട് പോകുന്നത്, ഇതെല്ലാം നമുക്ക് അവിടെ കാണാനാകുന്നുണ്ട്. അതുപോലെ IRGCയുടെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവന പോലെയല്ല രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ചില പ്രതികരണങ്ങൾ വരുന്നത്. ഇതെല്ലാം ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ തന്നെ അവർക്കിടയിൽ ഒരു സമന്വയമില്ല എന്ന് നമുക്ക് കാണാനാകും. അപ്പോഴാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചിക്ക് എതിരെയുള്ള ഇത്തരം ആരോപണങ്ങൾ വരുന്നത്. എന്തായാലും നിലവിലുള്ള കാര്യങ്ങൾ ചില റിപ്പോർട്ടുകൾ മാത്രമാണ്. ഈ അബ്ബാസ് അരക്ചിയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് പ്രസിഡന്റ് നേതൃത്വത്തിൽ, മസൂദ് പെസഷ്കിയാന്റെ നേതൃത്വത്തിൽ ഒരു നീക്കം നടക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സംഘർഷം തുടങ്ങിയതിന് ശേഷം തന്നെ ഇറാനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര വേദികളിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ് ഈ അബ്ബാസ് അരക്ചി എന്ന് നമുക്ക് കാണാനാകും. പാകിസ്ഥാനിൽ ആദ്യഘട്ടം നടന്ന ചർച്ചയിൽ അബ്ബാസ് അരക്ചിയും അതുപോലെ തന്നെ ഇറാന്റെ പാർലമെന്റ് സ്പീക്കറും ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇറാനെ പ്രതിനിധീകരിച്ചുകൊണ്ട് എല്ലായിടത്തും യാത്ര നടത്തി പരമാവധി ലോകരാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനും ഇറാനെ ന്യായീകരിച്ചുകൊണ്ട് എല്ലാ വേദിയിലും സംസാരിക്കാൻ ആദ്യം മുതൽ തന്നെ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇതേ നേതാവിനെതിരെ തന്നെ രാജ്യത്തിൽ നിന്ന് എതിർ സ്വരങ്ങൾ ഉയരുന്നു എന്നതാണ് നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ കാണാനാകുന്നത്. തീർച്ചയായും അജയ് സുധാ ബിജുവാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. ഇതിനിടെ ഇറാന് നിന്നുള്ള അമേരിക്കയിൽ നിന്ന് വരുന്ന മറ്റൊരു റിപ്പോർട്ട് വളരെ പ്രധാനമാണ്. ഇറാനെതിരെയുള്ള സൈനിക നടപടി ഇപ്പോൾ 60 ദിവസം പിന്നിടുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കക്കാർക്ക് ട്രംപിനോട് ഈ വിഷയത്തിൽ വലിയ അവിശ്വാസം അവർ രേഖപ്പെടുത്തുന്നത് ഒരു സർവേയുടെ രൂപത്തിലാണ്. ഈ സൈനിക നടപടി വലിയ തെറ്റായി പോയി എന്നാണ് ഭൂരിഭാഗം അമേരിക്കൻ ജനതയും വിശ്വസിക്കുന്നത്. വാഷിംഗ്ടൺ പോസ്റ്റ്, ABC, ഇപ്സോസ് എന്നിവർ സംയുക്തമായി നടത്തിയ സർവേയിൽ യുദ്ധത്തിനെതിരെ ഉള്ള ജനവികാരം ശക്തമാണ്. പങ്കെടുത്തവരിൽ 61% പേരും ഇറാൻ യുദ്ധം ഒരു അബദ്ധമാണെന്ന് അഭിപ്രായപ്പെട്ടവരാണ്. വെറും 36% ആളുകൾ മാത്രമാണ് സൈനിക നടപടിയെ ഇത്തരത്തിൽ സ്വാഗതം ചെയ്തത്. യുദ്ധം മൂലം ഇന്ധനവില വർദ്ധിപ്പിച്ചതും ജീവിത ചെലവ് ഏറിയതും ജനങ്ങളെ വല്ലാതെ വലയ്ക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. സർവേയിൽ പങ്കെടുത്ത 44% പേരും ഇന്ധനവില വർധനവ് കാരണം തങ്ങളുടെ യാത്രകൾ തങ്ങൾ വെട്ടിക്കുറച്ചതായി പറയുന്നുണ്ട്. വെട്ടിച്ചുരുക്കി. കുറഞ്ഞ വരുമാനമുള്ളവരിൽ ഈ പ്രതിസന്ധി അതിരൂക്ഷമാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. അനാവശ്യ വിദേശ യുദ്ധങ്ങളിൽ നിന്ന് അമേരിക്കയെ വിട്ടുനിർത്തുമെന്ന ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിന് വിരുദ്ധമാണ് ഈ നടപടികളെന്ന് 46% ആളുകളും വിശ്വസിക്കുന്നു. നിലവിലെ ഇറാൻ യുദ്ധത്തിന് 2006 ഇറാഖ് യുദ്ധത്തിൻ്റെയും 1970 വിയറ്റ്നാം യുദ്ധത്തിനും തുല്യമായ ജനപിന്തുണ മാത്രമേ കിട്ടുന്നുള്ളൂ എന്നത് ശ്രദ്ധേയമാണ്. 39% ആളുകളും യുദ്ധം പരാജയമാണ് എന്ന് അഭിപ്രായപ്പെട്ട പശ്ചാത്തലം സാമ്പത്തിക മേഖലയിലെ തകർച്ച, ഇന്ധനവില വർധനവ്, ഒപ്പം സാധാരണ വിലക്കയറ്റം അടക്കമുള്ളതിൽ നട്ടം തിരിയുകയാണ് ഈ യുദ്ധത്തിന് ശേഷം അമേരിക്ക എന്നാണ് അവിടുത്തെ ജനങ്ങളിൽ ഭൂരിഭാഗം ആളുകളുടെയും അഭിപ്രായം.
യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പെട്രോളിനും ഡീസലിനും ഉടൻ വില വർദ്ധിച്ചേക്കും. അതിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നാണ് ഇപ്പോൾ PTI റിപ്പോർട്ട് ചെയ്യുന്നത്. കേന്ദ്ര സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ചാണ് PTIയുടെ ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. എണ്ണയുടെ അസംസ്കൃത എണ്ണയുടെ വില കുത്തനെ ഉയർന്ന പശ്ചാത്തലം എണ്ണ കമ്പനികളുടെ നഷ്ടം നികത്തണമെന്ന് സർക്കാർ നിർദ്ദേശം വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എണ്ണ കമ്പനികൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ സമ്മർദ്ദം സർക്കാരിനോട് ചെലുത്തുന്നുണ്ട്. പക്ഷേ സർക്കാർ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല എന്നായിരുന്നു ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ. പക്ഷേ തെരഞ്ഞെടുപ്പ് കൂടി അവസാനിച്ച പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ വർധനവുണ്ടായേക്കാം. ബാരലിന് $126 ഇപ്പോൾ എണ്ണവില എത്തിയിരിക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നത്. ഒരുപക്ഷെ പെട്രോളിന് 4 മുതൽ 5 വരെ രൂപ കൂട്ടിയേക്കാം എന്ന് ഇന്ത്യ ടുഡേ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. VR കാർത്തിക് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. കാർത്തിക്, ഇതിപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പശ്ചാത്തലമുണ്ട്. ലിറ്ററിന് 20 രൂപ വരെ പെട്രോളിന് നഷ്ടമാണെന്നാണ് എണ്ണ കമ്പനികൾ പറയുന്നത്. സർക്കാർ തീരുമാനം നിർണായകമാണ്. ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? രഞ്ജിത്ത്, അങ്ങനെ പ്രതീക്ഷിക്കണം. കാരണം പശ്ചിമേഷ്യൻ യുദ്ധം ആരംഭിച്ച ശേഷം പല ഘട്ടങ്ങളിലായി ക്രൂഡ് ഓയിൽ വില 4 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ ക്രൂഡ് ബാരലിന് $120 കടന്ന സാഹചര്യമുണ്ട്. ശരാശരി കഴിഞ്ഞ 9 ആഴ്ചക്കിടയിൽ 110നും 114 ബാരലിനും ഇടയിലാണ് ഈ വില നിലനിൽക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പല അഭ്യൂഹങ്ങളും നിലനിന്നിരുന്നു. അതായത് 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പെട്രോൾ ഡീസൽ വില ഉയരുമെന്നായിരുന്നു ഈ അഭ്യൂഹം. പക്ഷേ പല ഘട്ടങ്ങളിലും ഈ അഭ്യൂഹം കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ തള്ളി. എന്നാൽ പുതിയ പ്രതികരണങ്ങൾ നൽകുന്ന സൂചന വില വർധന അനിവാര്യമായിരിക്കുന്നു എന്നതാണ്. അതിന് ഇടയാക്കിയ സാഹചര്യവും ഈ പശ്ചിമേഷ്യൻ യുദ്ധം മൂലം ഉണ്ടായ ക്രൂഡ് ഓയിലിൻ്റെ വില തന്നെയാണ്. ലിറ്ററിന് 4 രൂപ മുതൽ 5 രൂപ വരെയും അതോടൊപ്പം തന്നെ LPGക്ക് 40 മുതൽ 50 രൂപ വരെയും ഉയരും എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ല. കേന്ദ്ര സർക്കാരിൻ്റെ പ്രതികരണം വരേണ്ടതുണ്ട്. എങ്കിൽ കൂടിയും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് 4 മുതൽ 5 രൂപ വരെ പെട്രോളിനും ഡീസലിനും വില ഉയരാം. അതോടൊപ്പം തന്നെ LPG സിലിണ്ടറിന് 40 മുതൽ 50 രൂപ വരെ ഉയരാം എന്നാണ്. നേരത്തെ സ്വകാര്യ പെട്രോളിയം കമ്പനികൾ, അതായത് ഷെൽ ഇന്ത്യ, നയാര അടക്കമുള്ള കമ്പനികൾ പെട്രോൾ വില ഒരു ഘട്ടത്തിൽ ഉയർത്തിയിരുന്നു. ഏപ്രിൽ 1-നാണ് അവർ ഈ വിലവർധന നടപ്പിലാക്കിയത്. അന്ന് 7 രൂപ 41 പൈസയാണ് പെട്രോളിന് ഉയർത്തിയത്. അതോടൊപ്പം തന്നെ ഡീസലിനാകട്ടെ 25 രൂപ 1 പൈസ. അങ്ങനെയാണ് സ്വകാര്യ എണ്ണ കമ്പനികൾ ഏപ്രിൽ 1-ന് ഈ പെട്രോൾ വില വർധന നടപ്പിലാക്കിയത്. മാത്രമല്ല പല ഘട്ടങ്ങളിലായി മറ്റു പോംവഴികൾ ഇല്ലാത്തതിനാൽ പ്രീമിയം പെട്രോളിൻ്റെ വിലയും ഉയർന്നിരുന്നു. ഏപ്രിൽ 1-ന് ഇന്ത്യൻ ഓയിൽ XP 100 പ്രീമിയം പെട്രോളിന് ലിറ്ററിന് 11 രൂപ കൂട്ടിയിരുന്നു. അങ്ങനെ 149 നിന്ന് അത് 160 രൂപയായി. പ്രീമിയം വേരിയൻ്റായ എക്സ്ട്രാ ഗ്രീൻ ഡീസലിന് 91 രൂപ 49 പൈസയായിരുന്നത് 92 രൂപ 99 പൈസയായി. ഇങ്ങനെ പല ഘട്ടങ്ങളിലായി വാണിജ്യ സിലിണ്ടറിൻ്റെ വില കൂട്ടി. അതോടൊപ്പം തന്നെ 5 കിലോ LPG സിലിണ്ടറിൻ്റെ വില കൂട്ടി. വിമാന ഇന്ധനത്തിൻ്റെ വില കൂട്ടേണ്ട സാഹചര്യം വന്നു. ഇപ്പോൾ മറ്റ് പോംവഴികൾ ഒന്നുമില്ല. കാരണം ക്രൂഡ് ഓയിലിൻ്റെ വില അനുദിനം ഉയരുന്നു. അത് ശരാശരിയിൽ താഴെ, ശരാശരി 110നും 114 ഇടയിൽ ഒരു 9 ആഴ്ചക്കിടയിൽ ഒരു ശരാശരി എടുത്താൽ അങ്ങനെയാണ് അതിൻ്റെ വില നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും വിലവർധനമല്ലാതെ മറ്റ് പോംവഴിയില്ല. നമുക്ക് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്ന ചില കണക്കുകൾ കൂടി ഈ ഘട്ടത്തിൽ നോക്കാം. അതായത് ബാരലിന് $10 വില ഉയരുമ്പോൾ ശരാശരി അത് ഇന്ത്യൻ രൂപയിലും 1 ലിറ്ററിൻ്റെ വിലയിലും ഒക്കെ പ്രതിഫലിക്കുക 6 രൂപയുടെ വർധനയാണ്. അങ്ങനെ $10 വില ക്രൂഡിന് ബാരലിന് ഉയർന്നാൽ 6 രൂപ വരെ ലിറ്ററിന് ഉയരും. അങ്ങനെ നോക്കുമ്പോൾ തന്നെ 24 രൂപ വരെ ഉയർത്തേണ്ട സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. പക്ഷേ അത് സാധാരണക്കാരുടെ മേൽ വലിയ തോതിലുള്ള ഭാരം അടിച്ചേൽപ്പിക്കും. ഏറ്റവും ഒടുവിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ പ്രതികരണം കൂടി ഈ വാർത്തകളോട് കൂട്ടി വായിക്കണം. സാധാരണക്കാരുടെ മേൽ ഈ ഭാരം അടിച്ചേൽപ്പിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെയും കേന്ദ്ര സർക്കാരിൻ്റെ പ്രതികരണങ്ങളിൽ ആവർത്തിക്കുന്നത് മെയ് 2022 ശേഷം പെട്രോൾ ഡീസൽ വിലവർധന ഉണ്ടായിട്ടില്ല. അതായത് 4 വർഷം കാര്യമായ വിലവർധന ഉണ്ടായിട്ടില്ല. ആ സാഹചര്യം ചൂണ്ടിക്കാണിക്കുന്നു. അതായത് പരമാവധി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പിടിച്ചു നിൽക്കാനാവും കേന്ദ്രം ശ്രമിക്കുക. മറ്റൊന്ന്, നമുക്കറിയാം ഈ വില വല്ലാതെ കുറഞ്ഞു നിന്നപ്പോൾ എണ്ണ കമ്പനികൾ പെട്രോൾ ഡീസൽ വില കുറയ്ക്കാൻ തയ്യാറായിരുന്നില്ലല്ലോ കാർത്തിക്. അന്ന് അവർ ഉണ്ടാക്കിയത് കൊള്ള ലാഭമാണ്. അതായത് 46ഉം 45ഉം ഒക്കെ ബാരലിന് വിലയുള്ളപ്പോൾ അവർ 110-ൽ നിന്ന് 107-ൽ നിന്ന് പെട്രോളോ അല്ലെങ്കിൽ 95-ൽ നിന്ന് ഡീസലോ ഒന്നും കുറയ്ക്കാൻ തയ്യാറാകാതെ കൊള്ള ലാഭം വർഷങ്ങളോളം അവർ ഉണ്ടാക്കിയിരുന്നു. അതിൽ നിന്ന് ഉണ്ടാക്കിയ ലാഭം വേണമെങ്കിൽ ഇപ്പോൾ അവർക്ക് ചിലവഴിക്കാമെന്ന നിലപാടിലേക്ക് കൂടി കേന്ദ്രത്തിന് വേണമെങ്കിൽ തീരുമാനമെടുക്കാമല്ലോ. കാർത്തിക് പറഞ്ഞ ഈ കണക്ക് വെച്ചൊന്ന് നമ്മൾ നോക്കുമ്പോൾ പെട്രോളിയം കമ്പനി അധികൃതരെ ഉദ്ധരിച്ചുകൊണ്ട് വരുന്ന വിവിധ റിപ്പോർട്ടുകൾ, ആ റിപ്പോർട്ടുകളിൽ അവരുടെ ഭാഗമായി അവർ പറയുന്നത് 4 വർഷമായി ഈ പെട്രോൾ ഡീസൽ വിലയുടെ വർധന കാര്യമായി ഉണ്ടായിട്ടില്ല. എന്നാൽ
ബാരലിന് പല ഘട്ടങ്ങളിലും വില കൂടിയ സാഹചര്യവും ഉണ്ടായിരുന്നു. ഇപ്പോൾ 9 ആഴ്ച പിന്നിടുന്നു ഈ യുദ്ധം ആരംഭിച്ചിട്ട്. പ്രതിസന്ധി അതിരൂക്ഷമാണ്. കാരണം നിലവിലെ സാഹചര്യത്തിൽ ലിറ്ററിന് 15 രൂപ മുതൽ 20 രൂപ വരെ നഷ്ടത്തിലാണ് കച്ചവടം നടത്തുന്നത്. അതായത് പ്രതിദിനം 1200 മുതൽ 1600 കോടി രൂപ വരെ, അതായത് ഒരു മാസം ശരാശരി 48,000 കോടിയുടെ നഷ്ടം ഉണ്ട് എന്നാണ് ഈ രംഗത്തെ വിദഗ്ധരെ ഉദ്ധരിച്ചുകൊണ്ട് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടുകളിൽ ഉള്ളത്. അതായത് അവർ ചൂണ്ടിക്കാട്ടുന്നത് വലിയ നഷ്ടമാണ്. ഈ നഷ്ടം ഇങ്ങനെ മുന്നോട്ട് പോകാനാകില്ല എന്നതാണ് അവർ ചൂണ്ടിക്കാട്ടുന്ന കാരണം. എന്തായാലും വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിൻ്റെ വില കഴിഞ്ഞ ദിവസം കുത്തനെ ഉയർത്തിയിരുന്നു. 993 രൂപയാണ് കൂടിയത്. 3106 രൂപയിലേക്ക് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിൻ്റെ വിലയെത്തി. സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കും എന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി പറയുമ്പോൾ ഒരു പക്ഷേ കൗണ്ടിങ്ങിന് ശേഷമോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ ഇതിനനുസരിച്ചുള്ള തീരുമാനം ഉണ്ടായേക്കും. 4 രൂപ മുതൽ 5 രൂപ വരെ പെട്രോളിനോ ഡീസലിനോ വില ഉയരാനുള്ള സാധ്യതകളാണ് മുന്നിൽ കാണുന്നത്. മാത്രമല്ല LPGക്കാകട്ടെ 24 രൂപ മുതൽ ഉയർന്നേക്കും എന്ന സൂചനകളും പുറത്തു വരുന്നു. VR കാർത്തിക്കാണ് സമഗ്രമായ വിശകലനം നടത്തിയത്. നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് വളരെ വേഗം തിരിച്ചെത്തണം. അതിനു മുൻപ് ഒരിടവേള. ഇതിനിടയിൽ ഗസയിലെ US കേന്ദ്രം പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. വെടിനിർത്തൽ നിരീക്ഷിക്കുന്നതിനും സഹായം എത്തിക്കുന്നതിനുമൊക്കെ അവിടെ വലിയ പരാജയം അമേരിക്കയ്ക്ക് സംഭവിച്ചു എന്നുള്ള വിമർശനങ്ങൾക്കിടയിലാണ് സൈനിക കേന്ദ്രം ട്രംപ് ഭരണകൂടം നിർത്തലാക്കാൻ ഒരുങ്ങുന്നത്. ഇസ്രായേലിന് സമീപം പ്രവർത്തിക്കുന്ന സിവിൽ മിലിറ്ററി കോർഡിനേഷൻ സെന്റർ ആണ് പൂട്ടുന്നത്. റോയിട്ടേഴ്സാണ് ഈ വിവരം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒക്ടോബറിലെ വെടിനിർത്തലിന് ശേഷം ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളും ഹമാസ് നിരായുധരാകാൻ വിസമ്മതിക്കുന്നതും ട്രംപിന്റെ ഗസ പദ്ധതിയെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. കേന്ദ്രം നിർത്തലാക്കുന്നതോടെ ഈ തിരിച്ചടി ഏതാണ്ട് പൂർണ്ണമാവുകയാണ് എന്നാണ് റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. പുതിയ ഒരു US സുരക്ഷാ ദൗത്യത്തിലേക്ക് ഇതിന് ചുമതലകൾ കൈമാറുക എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ 190 സൈനികർ ഈ കേന്ദ്രത്തിലുണ്ട്. അവരുടെ എണ്ണം 40 ചുരുക്കും. പകരം മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള സിവിലിയൻ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്താനാണ് അമേരിക്കയുടെ നീക്കവും മറ്റും. ഏതായാലും ഇതുവരെ ഗസയുടെ സുരക്ഷാ ചുമതലയുമായി ബന്ധപ്പെട്ട മറ്റു രാജ്യങ്ങൾ സൈനികരെ വിട്ടു നൽകാത്തതാണ് ഈ ദൗത്യത്തെ അടക്കം ആശങ്കയിലാഴ്ത്തുന്നത്. അമേരിക്കൻ സൈന്യം നേരിട്ട് ഗസയിലേക്ക് ഇറങ്ങില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ ഈ കേന്ദ്രം കൂടി നിർത്തലാക്കുന്നതുകൂടി പൂർണ്ണമായും ഗസയെ കൈവിടുന്ന ഒരവസ്ഥയിലേക്ക് അമേരിക്ക എത്തുകയാണ് എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് R. ഫോർഡ് പേർഷ്യൻ ഉൾക്കടലിൽ മാസങ്ങളായി നിൽക്കുന്നുണ്ടായിരുന്നു. യുദ്ധത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് പേർഷ്യൻ ഉൾക്കടലിൽ ഈ കപ്പലിൻ്റെ സാന്നിധ്യമുണ്ടായത്. ഇപ്പോൾ അവിടെ നിന്ന് പിൻവാങ്ങി എന്ന വിവരം കൂടി പുറത്തു വരികയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ അനിശ്ചിതത്വത്തിലായതിനാലാണ് കപ്പൽ പിൻവാങ്ങുന്നത് എന്നാണ് വിവരം. അമേരിക്കൻ നാവികസേനയുടെ പ്രതിനിധി ഇക്കാര്യം അറിയിച്ചു കഴിഞ്ഞു. 10 മാസത്തിലേറെയായി മിഡിൽ ഈസ്റ്റിൽ ഈ കപ്പലിൻ്റെ സാന്നിധ്യമുണ്ട്. വിവിധ നീക്കങ്ങളിൽ സജീവ പങ്കാളിയായിരുന്നു ഇറാനെതിരായ. ദീർഘകാലത്തെ കടലിലെ വിന്യാസത്തിനിടയിൽ കപ്പലിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളും മറ്റും ഉണ്ടായ കാര്യമൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതിനിടയിൽ തീപിടുത്തവും മറ്റും ഉണ്ടായി. പക്ഷേ അതിനിടയിലാണ് ഇപ്പോൾ കപ്പൽ പൂർണ്ണമായും പിന്മാറുന്നത്. മിഡിൽ ഈസ്റ്റിൽ പക്ഷേ അമേരിക്ക ഇപ്പോഴും ശക്തമായ സൈനിക സാന്നിധ്യം നിലനിർത്തുന്നുണ്ട്. എബ്രഹാം ലിങ്കൺ, ജോർജ് HW ബുഷ് എന്നീ 2 വിമാനവാഹിനി കപ്പലുകൾ ഉൾപ്പെടെ 20 യുദ്ധക്കപ്പലുകൾ ഇപ്പോഴും മേഖലയിൽ തുടരുന്നുണ്ട് എന്നാണ് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ നേരത്തെ പറഞ്ഞ ഹോർമുസ് ഉപരോധമടക്കം നിരീക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യാൻ യുദ്ധക്കപ്പലുകളെ അമേരിക്ക ഉപയോഗിക്കുന്നുമുണ്ട്. രാജ്യാന്തര വിപണിയിൽ ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിൽ റെക്കോർഡ് ഇടിവുണ്ടായതോടെ ഗൾഫ് കറൻസികൾക്ക് എക്കാലത്തെയും ഉയർന്ന നിരക്ക് ലഭ്യമായിരിക്കുകയാണ്. UAE ദിർഹവുമായുള്ള വിനിമയ നിരക്ക് ചരിത്രത്തിൽ ആദ്യമായി 25.83 രൂപയിലെത്തി എന്നുള്ളത് പ്രവാസികൾക്ക് വലിയ ആശ്വാസകരമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ റെക്കോർഡ് നിരക്കിൻ്റെ ആനുകൂല്യത്തിൽ നാട്ടിലേക്ക് പണം അയക്കാനും മറ്റും വലിയ തിരക്കാണ് എക്സ്ചേഞ്ചുകളൊക്കെ അനുഭവപ്പെടുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇത്തവണ 10 മുതൽ 25% വരെ വർധനവുണ്ടായതായി വിവിധ എക്സ്ചേഞ്ചുകൾ വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ട്. സാധാരണ മാസാവസാനത്തിലൊക്കെ ഈ ശമ്പളം ലഭിച്ചു കഴിയുമ്പോഴാണ് നാട്ടിലേക്ക് പണം അയക്കാനായി പ്രവാസികൾ ശ്രമിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ പുതിയ പശ്ചാത്തലത്തിൽ മാസാവസാനമെന്നില്ല, ആദ്യം മുതൽ മാസത്തിൻ്റെ പകുതി തൊട്ട് മുതൽ തന്നെ ഈ പുതിയ നിരക്കിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടുതലായി പണം അയക്കാൻ പ്രവാസികൾ ധൃതി കാണിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ആകാശപാത നിയന്ത്രണങ്ങളും
ഇന്ധന വിലയിലുണ്ടായ വർധനവും കണക്കിലെടുത്ത് ജൂലൈ മാസം മുതൽ രാജ്യാന്തര സർവീസുകൾ എയർ ഇന്ത്യ വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചു. വിവിധ റൂട്ടുകൾ വലിയ നഷ്ടത്തിലാണ് എന്നാണ് ഇപ്പോൾ എയർ ഇന്ത്യയുടെ നിരീക്ഷണം. അത്തരമൊരു സന്ദേശം ജീവനക്കാർക്ക് എയർ ഇന്ത്യ മാനേജ്മെന്റ് നൽകി എന്നാണ് മനസ്സിലാകുന്നത്. ഏപ്രിൽ മെയ് മാസത്തിൽ ഇതിനോടകം സർവീസുകൾ കുറച്ചിട്ടുണ്ട്. ഈ കുറവ് ജൂലൈ വരെ തുടരും എന്നാണ് എയർ ഇന്ത്യ വ്യക്തമാക്കുന്നത്. ഇന്ധന വിലയിലെ കുതിച്ചുചാട്ടം, ആകാശപാതകളിലെ അനിശ്ചിതത്വം ഒക്കെ വല്ലാതെ എയർ ഇന്ത്യയെ വലയ്ക്കുന്നുണ്ട്. കാരണം ചില രാജ്യങ്ങളുടെ ആകാശപാതകൾ അടയ്ക്കുമ്പോൾ മറ്റ് രാജ്യങ്ങളുടെ പാതകളിൽ കൂടി പോകും, ചുറ്റിക്കറക്കം വേണ്ടി വരും, ഒരുപാട് കിലോമീറ്ററുകൾ യാത്ര ചെയ്യേണ്ടി വരും. അതൊക്കെ വലിയ തോതിൽ നഷ്ടമുണ്ടാക്കുന്നു എന്നുള്ളതാണ്. ലാഭകരമല്ലാത്ത ഒരു സർവീസായി മാറ്റിയെന്നാണ് ഏറ്റവും വലിയ ഒരു കണ്ടെത്തൽ. കൂടുതൽ മാറ്റങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുത്തുകയാണ് എന്നാണ് ഇപ്പോൾ എയർ ഇന്ത്യ മാനേജ്മെൻറ്റ് അറിയിച്ചിരിക്കുന്നത്. എയർ ഇന്ത്യ ഗ്രൂപ്പിന് ഏകദേശം 22,000 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചു എന്നുള്ള കണക്ക് കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നമുക്കിനി IPL വിശേഷങ്ങളിലേക്ക് വളരെ വേഗം ഒന്ന് പോകണം. അവിടെ കൈൽ ജാമിസൺ ഇന്നലെ സന്തോഷത്തിൻ്റെ ആഘോഷത്തിൻ്റെ ദിവസമായിരുന്നു. മറ്റൊന്നുമല്ല, ഇന്ത്യൻ ക്രിക്കറ്റിലെ അത്ഭുത ബാലൻ വൈഭവ് സൂര്യവംശിയെ പുറത്താക്കാനുള്ള ഭാഗ്യം ഈ ബൗളർക്ക് ഉണ്ടായി. അതിനുശേഷം താരത്തിന് നേരെ ആക്രോശിച്ച് അമിത വൈകാരിക പ്രതികരണം നടത്തിയാണ് ഡൽഹി ക്യാപിറ്റൽസ് താരം കൈൽ ജാമിസൺ അടങ്ങിയത്. രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരത്തിനിടെയാണ് ഈ സംഭവം ഉണ്ടായത്. 2ാം ഓവറിലെ 5ാം പന്തിലാണ് വൈഭവിനെ ബൗൾഡാക്കിയത്. അതിനുശേഷം നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണാം. വല്ലാത്ത എക്സ്പ്രഷനൊക്കെ ആയിരുന്നു ഈ ജാമിസന്റെ മുഖത്തുണ്ടായിരുന്നത്. എന്തിനാണ് നിങ്ങൾ ഈ 15 വയസ്സുള്ളൊരു കൊച്ചു കുഞ്ഞിന് നേരെ ഇത്തരത്തിൽ ആക്രോശം കാട്ടുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ വിമർശനവും മറ്റും. ഇത് വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ പശ്ചാത്തലം കൂടിയുണ്ട്. മനോഹരമായ ഒരു ഇൻസ്റ്റിംഗ് യോർക്കറിലൂടെ ജാമിസൺ സൂര്യവംശിയെ ക്ലീൻ ബോൾഡാക്കിയെങ്കിലും അതിനുശേഷം നടത്തിയ അമിത വൈകാരിക പ്രകടനത്തിനെതിരെ വലിയ തോതിലുള്ള വിമർശനമാണ്. കാരണം നമുക്കറിയാം 15 വയസ്സുള്ള ആൾ മാത്രമാണ് വൈഭവ് സൂര്യവംശി. വേണമെങ്കിൽ നമ്മുടെയൊക്കെ നാട്ടിലെ കൊച്ചുകുട്ടി എന്ന് പറയാവുന്ന ഒരു കൗമാരക്കാരൻ എന്ന തരത്തിലേക്ക് പോലും വളർച്ച എത്താത്ത ഒരു ആളാണ് വൈഭവ് സൂര്യവംശി. അപ്പോൾ ഇയാൾ വൈഭവിനെ പോലെ ഒരു കൊച്ചുകുട്ടിക്കെതിരെ ഇത്ര വലിയൊരു ആക്രോശവും ആക്രാന്തവും ഒക്കെ കാണിക്കണമെന്നുള്ളതാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്ന ചോദ്യം. മറ്റൊരു വിവരം, ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്ന സംഭാഷണം അത് സൈബർ ലോകത്ത് വലിയ ചർച്ചയായിരിക്കുകയാണ്. അതും IPLയുമായി ബന്ധപ്പെട്ടാണ്. വൈഭവ് സൂര്യവംശിയോട് സംസാരിക്കുന്ന സംറീൻ കൗർ എന്ന നടി. സംറീൻ കൗർ മറ്റാരുമല്ല, നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് താരം കൂടിയായ അർഷദീപ് സിംഗിൻ്റെ കാമുകിയാണ്. പക്ഷേ ഇത്തവണ സർമീൻ കൗർ സംസാരിക്കാൻ പോയത് വൈഭവ് സൂര്യവംശിയോടാണ്. ഏറെ നേരം വൈഭവിനോട് സംസാരിക്കുകയും തുടർന്ന് അർഷദീപ് ഒരു സമ്മാനം വൈഭവന് നൽകുകയും ചെയ്തു. ഇത് കണ്ടുകൊണ്ട് ഗാലറിയിലിരുന്ന അർഷദീപിൻ്റെ ഭാവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകുന്നത്. പല കമൻറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. തൻ്റെ സ്നാപ്ചാറ്റിൽ ഒരു പെൺകുട്ടിയുടെ കൈ കോർത്ത് പിടിച്ചിരിക്കുന്ന ചിത്രം പങ്കുവച്ചിരുന്നു അർഷദീപ്. തുടർന്നാണ് പെൺകുട്ടിയുടെ മുഖം വ്യക്തമല്ലായിരുന്നു എങ്കിൽ പോലും സംറീൻ കൗറിൻ്റെ ഇൻസ്റ്റാഗ്രാം ചിത്രങ്ങളിലെ ടാറ്റുവിനോട് സാമ്യമുള്ളതാണെന്നും സംറീൻ അർഷദീപിൻ്റെ കാമുകിയാണെന്നും എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നത്. ഇതിനിടയിലാണ് വളരെ അടുത്ത് വളരെ ക്ലോസായി വൈഭവ് സൂര്യവംശിയോട് സംസാരിക്കുന്ന സംറീൻ്റെ ചിത്രങ്ങൾ പുറത്തു വരികയും തുടർന്നുള്ള അർഷദീപിൻ്റെ ഭാവപ്രകടനങ്ങൾ വൈറലാവുകയും മറ്റും ചെയ്ത് ഇതുമായി ബന്ധപ്പെട്ട ആരാധകർ തൊട്ടു താഴെ നിരവധി കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. താനും നമുക്കറിയാം, ഇസ്രായേൽ പലസ്തീൻ സംഘർഷം വലിയ തോതിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇതിനിടയിൽ രാജ്യാന്തര കായിക വേദിയിലേക്ക് കൂടി ഈ സംഘർഷം വ്യാപിച്ചിരിക്കുകയാണ്. പരസ്യ പ്രതിഷേധവുമായി പലസ്തീൻ രംഗത്ത് വന്ന പശ്ചാത്തലമുണ്ടായി. ഇസ്രായേൽ ഫുട്ബോൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ബാസിം ഷെയ്ഖ് സുലൈമാന് ഹസ്തദാനം നൽകാനാണ് പലസ്തീൻ്റെ ഫുട്ബോൾ അസോസിയേഷൻ മേധാവി ജിബ്രിൻ റജൂബ് വിസമ്മതിച്ചത്. തുടർന്ന് റജൂബ് ഈ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. വാൻകൂവറിൽ നടന്ന 76ാമത് ഫിഫ കോൺഗ്രസിനിടെയാണ് ഈ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. ഫിഫ പ്രസിഡന്റ് ജിയാനോ ഇൻഫന്റീനോ വീണ്ടും മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സംഭവങ്ങൾ തുടക്കമുണ്ടായത്. ഏതായാലും ഇത് വലിയ തോതിൽ ചർച്ചയാവുകയും മറ്റും ചെയ്തു. തങ്ങളുടെ എതിർപ്പ്, തങ്ങളുടെ വിയോജിപ്പുകൾ അറിയിക്കുക എന്നുള്ളതാണ് പലസ്തീൻ തീരുമാനിച്ചത് എന്നാണ് പലസ്തീൻ്റെ തന്നെ വിശദീകരണം. ഇസ്രായേലികൾ അവരുടെ ഫാസിസവും വംശഹത്യവും വെള്ളപൂശാൻ കൊണ്ടുവന്ന ഒരാൾക്ക് കൈകൊടുക്കാൻ തനിക്ക് കഴിയില്ല, ഞങ്ങൾ അനുഭവിക്കുകയാണ് എന്നാണ് സുലൈമാനോട് റജു പറഞ്ഞതെന്ന് പാകിസ്ഥാൻ FI വൈസ് പ്രസിഡന്റ് സൂസൻ ഷലബിയോൺ പറഞ്ഞു. ഏതായാലും വലിയ തോതിൽ ഇത് ചർച്ചയാവുകയും മറ്റും ചെയ്തു. ലോക ഫുട്ബോൾ വേദിയിൽ തന്നെ ഇത്തരമൊരു പ്രതിഷേധം പലസ്തീൻ അറിയിച്ചതും ശ്രദ്ധേയമായി.
ഇതിനിടയിൽ US-ഉം മെക്സിക്കോയും കാനഡയും ആതിഥ്യം വഹിക്കുന്ന ലോകകപ്പ് ഫുട്ബോളിൽ ഇറാൻ പങ്കെടുക്കുമെന്ന് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫന്റീനോ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നേരത്തെ ഇത് പങ്കെടുക്കില്ല എന്ന തരത്തിലുള്ള ചില വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. കാരണം അമേരിക്കയിൽ തങ്ങൾ കളിക്കാനില്ല എന്ന് പറഞ്ഞിരുന്നു. അതിന് പകരം മറ്റൊരു രാജ്യത്തെ തരണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടത് ഫിഫയോടൊക്കെ അത് ഫിഫ തള്ളിയതുമൊക്കെ പ്രധാനമായിരുന്നു. ഏതായാലും ഈ സംശയമൊക്കെ ഇപ്പോൾ ദൂരീകരിക്കപ്പെട്ടിരിക്കുന്നു. 48 ടീമുകളുടെ ലോകകപ്പിൽ ഇറാൻ ഉറപ്പായും പങ്കെടുക്കുമെന്നും ഫിഫ കൗൺസിലിൽ ഫിഫ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇടവേള. CPM-ന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അപഭ്രംശം ഇക്കുറി കണ്ടെന്ന് രമേശ് ചെന്നിത്തല. ജി സുധാകരൻ പാർട്ടിയിലെ പ്രതിഷേധത്തിന്റെ സ്വരമാണെന്നും ചെന്നിത്തല വ്യക്തമാക്കി. സുധാകരന് UDF അങ്ങോട്ട് പിന്തുണ നൽകി. എല്ലാ പാർട്ടി പ്രവർത്തകരും സുധാകരനെ വോട്ട് ചെയ്തു. MLA ആകാനല്ല, പ്രതിഷേധം അറിയിക്കാനാണ് സുധാകരൻ മത്സരിച്ചും ചെന്നിത്തല പറഞ്ഞു. MLA ആകുക എന്ന് പറയുന്ന ഒരു പുതിയ കാര്യമൊന്നുമല്ല. അദ്ദേഹം വർഷങ്ങളോളം MLA സ്ഥാനം കിട്ടാൻ അതിന് വേണ്ടി അങ്ങനെ വേഴാമ്പലിനെ പോലെ കാത്തിരുന്ന ഒരാളൊന്നുമല്ല. അധ്വാനിക്കുന്ന പാർട്ടിയോടൊപ്പം കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട് ഞങ്ങളുടെയൊക്കെ മേഖലകളിലും പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ ഇതൊരു പ്രതിഷേധത്തിൻ്റെ സ്വരമാണ് ഉയർന്നു വന്നത്. PK ശശി, സുരേഷ്, തളിപ്പറമ്പിലെ ഗോവിന്ദൻ മാസ്റ്റർ അല്ലേ, PK ഗോവിന്ദൻ, TK ഗോവിന്ദൻ, ഐഷാപോറ്റി, ഇതൊക്കെ പ്രതിഷേധത്തിൻ്റെ ശബ്ദങ്ങളാണ്. അവിടെയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് EV ശ്രീധരൻ ഉയർത്തിപ്പിടിച്ച പ്രശ്നങ്ങൾ രൂക്ഷമാണ് എന്ന് നമ്മളെ കാണിക്കുന്നത്. അതേസമയം ഇതേ വേദിയിൽ കോൺഗ്രസിലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അത് ശ്രദ്ധിച്ചാൽ കൊള്ളാമെന്നും ജി സുധാകരൻ ചെന്നിത്തലയ്ക്ക് മറുപടി നൽകി. താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടിട്ടില്ലെന്നും അംഗത്വം പുതുക്കിയില്ല എന്നേ ഉള്ളൂ എന്നും സുധാകരൻ പറഞ്ഞതും ശ്രദ്ധേയമായി. താൻ എവിടെയും പോയിട്ടില്ല, മറ്റൊരു പാർട്ടിയിലും ചേർന്നിട്ടില്ല, സ്വതന്ത്രനായി നിൽക്കുകയാണെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. ഇവിടെ ഗൗരവതരമായ ഒരു കാലഘട്ടമാണ് കേരളം. വലിയ പ്രതിസന്ധിയാണ് ഇവിടെ നേരിടുന്നത്. ആ പ്രതിസന്ധിയിൽ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെയാണ്. കോൺഗ്രസിനും പ്രതിസന്ധിയുണ്ട്, അത് ശ്രദ്ധിച്ചാൽ കൊള്ളാം. ഞാൻ തെരഞ്ഞെടുപ്പിൽ അവിടെ ബഹുമാനായ രമേശ് ചെന്നിത്തല പറഞ്ഞു, ഞാൻ ആരോടും ചോദിക്കാതെ എൻ്റെ ഭാര്യയോടും മകനോടും മാത്രം ചോദിച്ചാണ് ഞാൻ പ്രഖ്യാപിച്ചത്. എൻ്റെ വീട്ടിൻ്റെ തളത്തിൽ ഒരു പത്രസമ്മേളനം വിളിച്ച് അവിടെ വെച്ചാണ് ഞാൻ പറയുന്നത് ഞാൻ മത്സരിക്കുകയാണ്, ജനകീയ സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്ന പറഞ്ഞു. ഒരു പാർട്ടിയായിട്ടും ഞാൻ ചർച്ച ചെയ്തിട്ടില്ല. അപ്പോഴാണ് 10 ദിവസം കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥിയെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ട് എനിക്ക് അവർ പിന്തുണ പ്രഖ്യാപിച്ചത് പറഞ്ഞല്ലോ അദ്ദേഹം. ഞാൻ പിന്തുണയ്ക്ക് എഴുതി കൊടുത്തില്ല, അവരെന്നെ അടുത്ത് നിർബന്ധിച്ചില്ല, അവർ പ്രഖ്യാപിച്ചു. ഞാനത് സന്തോഷത്തോടെ സ്വീകരിച്ചു. അതൊരാശ്വാസമായി. ജോലിയൊക്കെ അവർ ചെയ്തു. ഞാൻ കമ്മ്യൂണിസ്റ്റാണെന്ന് അവർക്കറിയാം. ഞാൻ വേറൊരു പാർട്ടിയിലും ചേർത്തുമില്ല. എന്നെ ആരും പുറത്താക്കിയിട്ടില്ല, ഞാൻ രാജിവെച്ചിട്ടുമില്ല. പക്ഷേ കൃത്യമായ സമയത്ത് ഞാൻ പാർട്ടിയിൽ നിന്ന് വിട്ടു. കാരണം മെമ്പർഷിപ്പ് സ്കൂളിൽ പരിപാടിയുണ്ട് പാർട്ടിക്ക്, എല്ലാ വർഷവും ഉണ്ടത്. PB മെമ്പർ ആയാലും മെമ്പർഷിപ്പ് പുതുക്കിയില്ലേ PBയിൽ നിന്നും പോകും, പാർട്ടിയിൽ നിന്നും പോകും. 9,500 രൂപയാണ് ലെവി മത്സ്യം കൊടുക്കേണ്ടത്. എൻ്റെ MLA പെൻഷന് ലെവി വാങ്ങുകയാണ് 15%, 38,000 രൂപ കിട്ടും. അതിൽ നിന്ന് 15% കൊടുക്കണം. അല്ല, മുമ്പ് വരെ കൃത്യമായിട്ട് കൊടുത്തിരുന്നു. ഞാനത് പുതുക്കിയില്ല, അത്രയേ ഉള്ളൂ. സുധാകരന്റെ വാക്കുകളാണ് കേട്ടത്. VV അരുൺ വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അരുണ്, കോൺഗ്രസിനെ കുത്തുന്നു, CPM-നെ കുത്തുന്നു. പക്ഷേ പിണറായി വിജയനോട് നേരത്തെ ഉള്ളതിനേക്കാളും കുറച്ചുകൂടി മൃദു സമീപനത്തോടു കൂടിയുള്ള വാക്കുകളും ശ്രദ്ധേയമായി. എന്താണ് യഥാർത്ഥത്തിൽ സുധാകരന്റെ മനസ്സിൽ എന്നുള്ളത് ആർക്കും പിടികിട്ടുന്നില്ലല്ലോ. തീർച്ചയായിട്ടും സുധാകരൻ തന്നെ പറയണം, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ നീക്കമെന്ന്. അദ്ദേഹത്തെ മത്സരിപ്പിച്ച മുന്നണി, അത് UDF-ൻ്റെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം മത്സരിക്കുന്നത്, അല്ലെങ്കിൽ UDF പിന്തുണ നൽകിയ സ്ഥാനാർത്ഥിയാണ്. ജനകീയ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്നാണ് സുധാകരൻ എപ്പോഴും അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ UDF അവരുടെ സ്ഥാനാർത്ഥിയെപ്പോലെ തന്നെയാണ് ജി സുധാകരനെ അവിടെ കൊണ്ടു നടന്നതും ട്രീറ്റ് ചെയ്തതും. ഏതായാലും സുധാകരൻ്റേത് ഇപ്പോൾ ഒരു പൂർണ്ണമായൊരു സ്വതന്ത്ര പരിവേഷം തനിക്കുണ്ട് എന്ന് സ്ഥാപിക്കാനാണ് അദ്ദേഹം ഇന്നലത്തെ ഈ പ്രസംഗത്തിലൂടെ ശ്രമിച്ചത്. താൻ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയല്ല, UDF-ൻ്റെ സ്ഥാനാർത്ഥിയല്ല, പിന്തുണ തേടി അങ്ങോട്ടേക്ക് പോയതല്ല. പകരം അവർ തന്നെ ഇങ്ങോട്ട് വന്ന് പിന്തുണയ്ക്കുകയായിരുന്നു, അല്ലെങ്കിൽ പിന്തുണ അറിയിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ചില വോട്ടുകളൊക്കെ തനിക്ക് ലഭിച്ചിട്ടുമുണ്ട്. അല്ലെങ്കിൽ പോലും ആരുടെ പിന്തുണ ഇല്ലെങ്കിലും അവിടെ സ്വതന്ത്രനായി ഒറ്റയ്ക്ക് നിന്നാലും ജയിക്കാൻ തനിക്ക് കഴിയുമെന്നൊരു കണക്ക് കൂടി അവിടെ ജി സുധാകരൻ പറയുന്നു. നമുക്കറിയാം, ഒരുപക്ഷേ സംസ്ഥാനത്ത് ഒരു തൂക്കുസഭ വന്നേക്കാം എന്ന പ്രവചനമൊക്കെയുണ്ട്.
UDF മേൽക്കൈ നൽകുന്ന സർവേകളാണ് ഭൂരിപക്ഷമെങ്കിലും ഒരു സർവേ ഒരു ടൈറ്റ് കോമ്പറ്റീഷനിലേക്ക് നെക്ക് ടു നെക്ക് ഫൈറ്റിലേക്ക് പോകുമെന്ന സൂചനകൾ നൽകുന്നു. അങ്ങനെയെങ്കിൽ അവിടെ ബി ജെ പി നിർണായക ശക്തിയായി മാറും. അതിനപ്പുറത്തേക്ക് ഓരോ MLA-മാരും വളരെ നിർണായകമായി മാറും. ഇവിടെ സുധാകരനെപ്പോലുള്ള സ്വതന്ത്രരുടെ നിലപാട് ഏറ്റവും പ്രധാനപ്പെട്ടതാകും. അത്തരം ഒരു സാഹചര്യത്തിൽ ഒരു വിലപേശൽ നടത്തുകയാണോ സുധാകരൻ എന്നുകൂടി തോന്നിക്കാവുന്ന പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അദ്ദേഹം CPM-നെ അങ്ങ് പൂർണ്ണമായി തള്ളിപ്പറയുന്നില്ല. പ്രശ്നങ്ങൾ എല്ലാ കാലത്തുള്ള പ്രതിസന്ധികൾ CPM-ലുമുണ്ട്, കോൺഗ്രസിലുമുണ്ട്. താൻ ഇപ്പോഴും പാർട്ടി അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചിട്ടില്ല, പാർട്ടി പുറത്താക്കിയിട്ടുമില്ല, മെമ്പർഷിപ്പ് പുതുക്കിയില്ല എന്ന് മാത്രമാണ്, താൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് തുടങ്ങിയ പ്രതികരണങ്ങളാണ് സുധാകരൻ നടത്തുന്നത്. വേണമെങ്കിൽ അതിനെ ഒരു വിലപേശൽ നീക്കം, ഒരു കടുത്ത മത്സരം, ഒരു നെക്ക് ടു നെക്ക് പോരാട്ടം, ഫൈറ്റ് വന്നാൽ അവിടെ സുധാകരൻ എന്ത് നിലപാട് സ്വീകരിക്കും? പൂർണ്ണമായും കോൺഗ്രസിന് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരാളല്ല താനെന്നുകൂടി പറഞ്ഞു വെക്കുകയല്ലേ സുധാകരൻ എന്ന സംശയവും സ്വാഭാവികമായി ഉയർന്നു വരും. വരും മണിക്കൂറുകളിൽ ഈ കൂടുതൽ നേതാക്കളുടെ പ്രതികരണം ഈ വിഷയങ്ങളിൽ ഉണ്ടായേക്കാം. ഏതായാലും സുധാകരൻ താൻ കോൺഗ്രസ് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരാളല്ല എന്നുകൂടിയാണ് ഇന്നലെ ഈ പ്രസംഗത്തിലൂടെ പറഞ്ഞു വെക്കുന്നത് വേണം മനസ്സിലാക്കാൻ. ശരി, VV അരുൺ വിവരങ്ങൾ പങ്കുവച്ചു. നമുക്ക് 9 മണി വാർത്ത അവസാനിപ്പിക്കാൻ സമയമായി. ഇനി ന്യൂസ് ട്രെൻഡ്സുമായി TG സയ്യിദ് ചേരും. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.